നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. BJP ടിക്കറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മൈസൂറിലെ രാജാവ്. കർണാടകയിലെ BJP നേതൃത്വത്തെ പ്രതിപക്ഷ പാർട്ടികളെയും ഒക്കെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് മൈസൂർ കുടക് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. മൈസൂറിലെ രാജകുടുംബാംഗം യദുവീർ കൃഷ്ണദത്ത വടിയാറാണ് BJPയുടെ സിറ്റിംഗ് സീറ്റിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. പാർലമെന്റ് ആക്രമണം നടത്തിയവർക്ക് പാസ് നൽകിയതിന്റെ പേരിൽ വിവാദത്തിൽ കുടുങ്ങിയ മൈസൂരു കുടക് MP പ്രതാപ് സിൻഹയെ മാറ്റിയാണ് BJP കേന്ദ്ര നേതൃത്വം മൈസൂർ രാജാവിന് സീറ്റ് നൽകിയത്. ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചിരിക്കുന്നതും പ്രത്യേക ലക്ഷ്യങ്ങളോട് തന്നെയാണ്. 3 മുൻ മുഖ്യമന്ത്രിമാർ മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ നിയമസഭാ പ്രതിപക്ഷ നേതാവ് R. അശോകയോട് യദുവീറിന്റെ കാര്യം ആരാഞ്ഞപ്പോൾ അറിയില്ല എന്നായിരുന്നു മറുപടി പറഞ്ഞത്. പിന്നാലെയാണ് ഡൽഹിയിൽ നിന്നും യദുവീറിന്റെ പേരുമായി പട്ടികയും ഇറങ്ങിയത്. 2015 ഡിസംബർ 10 മൈസൂരു കൊട്ടാരം തുടർന്നു പോരുന്ന അധികാര ആചാര രീതിയിൽ യദുവീറിനെ മൈസൂറിലെ മഹാരാജാവായി പ്രത്യേക ചടങ്ങിൽ വാഴിച്ചിട്ടുണ്ട്. രാജാവായിരുന്ന ശ്രീകണ്ഠദത്ത നരസിംഹരാജ വടിയാർ 2013 അന്തരിക്കുകയും ചെയ്തു. മക്കളില്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ ഭാര്യ യദുവീറിനെ ദത്തെടുക്കുകയായിരുന്നു. ശ്രീകണ്ഠദത്തയുടെ മൂത്ത സഹോദരി ഗായത്രി ദേവിയുടെ ചെറുമകനാണ് യദുവീർ. അമേരിക്കയിലെ ബോസ്റ്റൺ സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥി കൂടിയാണ് യദുവീർ. 1399 മുതലാണ് മൈസൂരുവിൽ വടിയാർ ഭരണം ആരംഭിച്ചത്. യദുവീറിന്റെ ബിരുദ പഠനം പൂർത്തിയായ ശേഷമാണ് പട്ടാഭിഷേക ചടങ്ങുകളും നടത്തിയത്. വടിയാർ പരമ്പരയിലെ 27ാമത് രാജാവാണ് യദുവീർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1952 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ MS ഗുരുപാദസ്വാമിയാണ് മൈസൂരുവിൽ നിന്നും ജയിച്ചത്. തുടർന്ന് 1998 വരെ തുടർച്ചയായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ച മണ്ഡലം കൂടിയാണിത്. 1998 BJP സ്ഥാനാർത്ഥിയായ CH വിജയശങ്കർ കോൺഗ്രസിലെ S. ചിക്കമധുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യമായി മണ്ഡലത്തിൽ താമര വിരിയുന്നത്. മണ്ഡലം കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് 1999 രാജകുടുംബാംഗമായ ശ്രീകണ്ഠദത്ത നരസിംഹരാജ വടിയാറിനെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചുപിടിച്ചു. 1999 കോൺഗ്രസ് പയറ്റിയ തിരഞ്ഞെടുപ്പ് തന്ത്രം അതേ രീതിയിൽ ഇപ്പോൾ തിരികെ പയറ്റുകയാണ് BJPയും. പിന്നീട് 2004 JDS ടിക്കറ്റിൽ ജനവിധി തേടിയ പ്രഥമ MP AS ഗുരുപാദസ്വാമിയെ പരാജയപ്പെടുത്തി CH വിജയശങ്കർ വീണ്ടും ആ മണ്ഡലം പിടിച്ചെടുത്തു. തുടർന്ന് 2009 കോൺഗ്രസ് അടകൂർ H. വിശ്വനാഥിനോട് സിറ്റിംഗ് MP തോൽവിയറിഞ്ഞു. 2014 BJP രംഗത്തിറക്കിയ പുതുമുഖം പ്രതാപ് സിൻഹ കോൺഗ്രസിന്റെ അടഗോറു H. വിശ്വനാഥയെ 32,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 2019 1.39 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പ്രതാപ് സിൻഹയുടെ വിജയം. 15 ലക്ഷം വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഇവരെല്ലാം വടിയാർ രാജവംശവുമായി ബന്ധം പുലർത്തുന്നവരാണ്. മൈസൂരു ദസറയുടെ ഭാഗമായുള്ള ആഘോഷ കമ്മിറ്റികളെല്ലാം യദുവീറിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയം അനായാസമാകുമെന്ന ഉറപ്പിൽ തന്നെയാണ് മൈസൂരു രാജകുടുംബാംഗം യദുവീർ കൃഷ്ണദത്തയെ സ്ഥാനാർത്ഥിയായി BJP രംഗത്തിറക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും പ്രതാപ് സിൻഹയുടെ തൊപ്പി തെറിച്ചിരിക്കുന്നു. പ്രതാപ് സിൻഹ അവിടെ നിന്ന് തെറിച്ചിരിക്കുന്നു. പകരം മൈസൂർ രാജാവ് വീണ്ടും ആ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നു.